മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനം മുതൽ 4-ാം അധ്യായം 11-ാമത്തെ വചനം വരെയാണ് ഇന്ന് നമ്മൾ ധ്യാനത്തിന് വിഷയമാക്കുന്നത്. 16-ാമത്തെ വചനത്തിൽ പറയുന്നത് ശ്രദ്ധിക്കണം. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്നും കയറി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു കാഴ്ചയും ഒരു കേൾവിയുമാണ്. കേൾക്കുന്ന കാര്യത്തിലാണ് കൃത്യമായ വ്യക്തത. നീ എൻ്റെ പ്രിയ പുത്രൻ. ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള അവബോധത്തിലേക്ക് വരുന്നു. ഈ സ്നാനം ഒരു പ്രതീകമാണ്. ഈ സ്നാനത്തിൻ്റെ കഴുകലിലൂടെ അവനിൽ തെളിഞ്ഞു വരുന്നത് അവൻ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള അവബോധമാണ്. അതായത് ഈശോയുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പുറകിൽ നിൽക്കുന്ന ജീവനെ ദൈവത്തിൻ്റെ അംശമായിട്ട് തിരിച്ചറിയുന്നു, ദൈവത്തിൻ്റെ മകനായിട്ട് അവൻ തിരിച്ചറിയുന്നു. ഇത്തരം ഒരു പരിണത ഫലമാണ് പരീക്ഷണത്തിലും സംഭവിക്കുന്നത്. അതായത് 4-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിനായി യേശു മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. പരീക്ഷിക്കപ്പെടുകയാണ്. ഈ പരീക്ഷണത്തിൽ എന്താ സംഭവിക്കുന്നത്? 3-ാമത്തെ വചനം 1-ാമത്തെ പരീക്ഷണത്തിൽ പിശാച് ചോദിക്കുന്നത് എന്താണ്? നീ ദൈവപുത്രനാണെങ്കിൽ കല്ല് അപ്പമാകാൻ പറയുക. ദൈവത്തിൻ്റെ പുത്രൻ. വീണ്ടും 2-ാമത്തെ പരീക്ഷണത്തിലോ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കൊണ്ടുചെന്ന് നിർത്തിയിട്ട നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ചാടുക. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ പരീക്ഷണങ്ങളെല്ലാം അവസാനിക്കുമ്പോൾ 11-ാമത്തെ വചനം, പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു. ദൈവദൂതന്മാർ സാധാരണഗതിയിൽ ശുശ്രൂഷിക്കേണ്ടതും ദൈവത്തെയാണ്. എന്നാൽ ഇവിടെ ഇവര് ഈശോയെ ശുശ്രൂഷിക്കുന്നു. എന്താ കാരണം? ഇവൻ ദൈവത്തിൻ്റെ മകനാണ്. ആ ദൈവത്തിൻ്റെ പുത്രനെ ദൈവത്തിൻ്റെ ദൂതന്മാരെ ശുശ്രൂഷിക്കുന്നു. പരീക്ഷണത്തിലൂടെ വെളിവാകുന്നത്, തെളിഞ്ഞു വരുന്നത്, അവബോധത്തിലേക്ക് വരുന്നത് എന്താണ്? ഈശോ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള കാര്യമാണ്. ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരുവനും ഈശോ മാതൃകയാണ്. എന്തിന്? അന്ന് ജീവിച്ചിരുന്നപ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? ശിഷ്യരെ വിളിക്കുമ്പോൾ എന്നെ അനുഗമിക്കുക. ക്രിസ്തു ശിഷ്യൻ്റെ കടമയാണ് ഈശോയെ അനുഗമിക്കുക, അനുയാത്ര ചെയ്യുക, അവനെ അനുകരിക്കുക എന്നുള്ളത്. ഇത് അന്നത്തെ ശിഷ്യന്മാരുടെ മാത്രം കാര്യമല്ല. എന്നും ക്രിസ്തു ശിഷ്യനാകണമെങ്കിൽ അവനെ അനുഗമിക്കണം. ഇത് പാലസ്തീനായിൽ നടന്നുകൊണ്ടുള്ള ഒരു അനുഗമനത്തെക്കുറിച്ചല്ല പറയുന്നത്. അതിനപ്പുറത്ത് ക്രിസ്തു ഉണർന്നു വരുന്ന ഈ അവബോധമുണ്ട്. സ്നാനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവനിൽ തെളിമയാർന്നു വരുന്ന അവബോധം, പരീക്ഷണത്തിലൂടെ കടന്നു പോകുമ്പോൾ വെളിവായി വരുന്നത് അവൻ്റെ ദൈവപുത്രത്വം. ഇതിലും ഈശോയെ അനുഗമിക്കുക, അനുകരിക്കുക, മാതൃകയാക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ കടമ. അതായത് ഈശോ ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വളർന്നു വന്ന ആ പാതയെ അനുഗമിക്കാനും അനുകരിക്കാനും മാതൃകയാക്കാനുമുള്ള കടമ ഏതൊരു ശിഷ്യനുമുണ്ട്. അതായത് എന്നിലും നിങ്ങളിലും ഈ ദൈവാംശം ഒളിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള സത്യം ഒളിഞ്ഞിരിക്കുന്നു. അത് തിരിച്ചറിയുക, ആ അവബോധത്തിലേക്ക് വരിക, സ്നാനത്തിലൂടെ തെളിമയിലേക്ക് ഉണർന്നു വരിക. അപ്പോഴാണ് ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ ശിഷ്യരായി മാറുന്നത്. ഇത് കുറെ കൂടി വ്യക്തമാക്കുന്നതാണ് ഈശോ അഭിമുഖീകരിക്കുന്ന പരീക്ഷണങ്ങൾ. 4-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്ന മറുപടിയില്ലേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ഭക്ഷണം കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഭക്ഷണം കഴിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ശരീരം വളർന്നു വരും. ജനിച്ചപ്പോൾ നമ്മളുണ്ടായിരുന്നത് 2.25 കിലോയാണെങ്കിൽ ബാക്കി കൂടി വന്നതെന്താ? നമ്മൾ കഴിച്ച ഭക്ഷണമാണ്. ഈശോ പറയുന്നു, ഭക്ഷണം കൊണ്ടല്ലാതെ വളരുന്ന ഒരു ജീവനുണ്ട്, ആ ജീവനെ ശ്രദ്ധിക്കുക. അതായത് എൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന ജീവൻ, ജീവതത്വം, അതിനെ തിരിച്ചറിയുക. അത് ദൈവത്തിൻ്റെ അംശമാണ്. അങ്ങനെ തിരിച്ചറിയുന്നിടത്താണ് നീ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള ഉണർവിലേക്ക് വളരാനുള്ള സാധ്യത കിടക്കുന്നത്. 2-ാമത്തെ പ്രലോഭനത്തിൽ എന്താ പറയുന്നത്? ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കൊണ്ടുചെന്ന് നിർത്തിയിട്ടാണ് പറയുന്നത് താഴേക്ക് ചാടുക. താഴേക്ക് ചാടിയാൽ എന്താ സംഭവിക്കുന്നത്? കൈയും കാലും ഒക്കെ ഒടിയും. പക്ഷേ ഇത് ദേവാലയ അഗ്രം ജെറൂസലേമിലെ ഏറ്റവും പൊക്കം കൂടിയ സ്ഥലമാണ്. ചാടിയാൽ മിച്ചം കാണുകയില്ല. ഇത് പ്രകൃതിയുടെ നിയമമാണ്. ഈശോ എന്താ മറുപടി പറയുന്നത്? നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. അതായത് പ്രപഞ്ചത്തിൽ ദൈവാംശമുണ്ട്, പ്രപഞ്ചത്തിൻ്റെ നിയമത്തിൻ്റെ പുറകിൽ ദൈവാംശമുണ്ട്.
ആ ദൈവാംശത്തെ നീ പരീക്ഷിക്കരുത്, അതിനെ നീ ബഹുമാനിക്കുക, ആദരിക്കുക. അതായത് പ്രപഞ്ചത്തിലും ഈ ദൈവാംശമുണ്ട്, അത് നീ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിലുള്ള ദൈവാംശത്തെ തിരിച്ചറിയുക. അപ്പം കൊണ്ടല്ലാതെ വളരുന്ന ഒരു ജീവൻ, അതിനെ തിരിച്ചറിയുക. പ്രപഞ്ചത്തിലെ ദൈവാംശത്തെയും തിരിച്ചറിയുക. ഇതിനെ രണ്ടിനെയും തിരിച്ചറിയാൻ പറ്റാതെ വരുമ്പോൾ സംഭവിക്കുന്ന അപകടം എന്താണ്? അത് മനസ്സിലാക്കാൻ രസകരമായ ഒരു കഥയുണ്ട്. പറഞ്ഞു കേട്ടതാണ്. മത്തായി ചേട്ടൻ കള്ളുകുടിയനാണ്, ആൽക്കഹോളിക്കാണ്. ഭാര്യയും വീട്ടുകാരും ഒക്കെ മടുത്തു. പല ധ്യാന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി ഒന്ന് നിർത്തും, പിന്നെയും തുടരും. ഈ ആൽക്കഹോളിക് സെൻ്ററുകളിൽ കൊണ്ടുപോയി നിർത്തും, കുറെ കഴിയുമ്പോൾ പിന്നെയും തുടരും. അങ്ങനെ കുടി നിർത്തിയിരിക്കുന്ന ഒരു ഇടവേളയാണ് ഇത്. മത്തായി ചേട്ടൻ്റെ ഭാര്യ മറിയച്ചെടുത്തി കർശനമായ നിയമമാണ് ഇദ്ദേഹം ഇനിയും കുടിയിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ വെച്ചിരിക്കുന്നത്. വൈകുന്നേരം പുള്ളിക്ക് നടക്കാൻ പോകണം. ഭാര്യ പറഞ്ഞിരിക്കുന്നത് കൃത്യം 6 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ കയറിക്കോണം. ഒരു ദിവസം നടക്കാൻ പോയി. അയാൾ നടന്ന് തീർന്നു കഴിഞ്ഞപ്പോൾ 5:45 വാച്ച് നോക്കിയപ്പോൾ, ഇനിയും 15 മിനിറ്റ് ഉണ്ടല്ലോ. നോക്കിയപ്പോൾ നിൽക്കുന്നത് ഒരു ബാറിൻ്റെ മുമ്പിലാണ്. മത്തായി ചേട്ടന് സ്വാഭാവികമായിട്ട് അകത്ത് കയറാൻ പ്രേരണ. കയറി ഒരു സ്മോൾ അടിച്ചേക്കാം, അത്രയേ ഉള്ളൂ. ഒരു സ്മോൾ അടിച്ചു, നിർത്തിയില്ല. 2 സ്മോൾ, 3, പിന്നെ ലാർജ്. അങ്ങനെ നീണ്ടു പോയി. സമയം പോയത് അറിഞ്ഞില്ല. പെട്ടെന്ന് വാച്ച് നോക്കിയപ്പോൾ 11 മണി രാത്രി. മത്തായി ചേട്ടൻ ഒന്ന് ഞെട്ടി. ഇനി വീട്ടിൽ കയറാനുള്ള ബുദ്ധിമുട്ട്. പെട്ടെന്ന് അവിടുന്ന് എഴുന്നേറ്റ് ഇയാൾ വീടിൻ്റെ പുറകുവശത്തൂടെ ഭാര്യ അറിയാതെ അകത്ത് കിടക്കാൻ ശ്രമിക്കുക. അങ്ങനെ അകത്ത് കിടക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് പൂന്തോട്ടത്തിൽ തടഞ്ഞ് വീണ്, റോസാച്ചെടിയുടെ ഇടയ്ക്കേക്കാണ് വീണത്. മുഖമെല്ലാം മുറിഞ്ഞ് ചോര വരിക, ചെളിയും മുറിവുമായിട്ട് ഇയാൾ വീടിനകത്തേക്ക് ഒരു തരത്തിൽ ചെന്നുവിട്ടു. എന്നിട്ട് പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോയി. കാരണം ഭാര്യ അറിയാതെ മുഖമൊക്കെ കഴുകി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് മുറിവുകളൊക്കെ ബാൻഡേജ് വെച്ച് കെട്ടി പ്ലാസ്റ്റർ ഒട്ടിച്ചു. എന്നിട്ട് അവൾ അറിയാതെ പോയി സ്വസ്ഥമായിട്ട്. പിറ്റേ ദിവസം രാവിലെ വെള്ളം അടിച്ചതായിട്ട് എഴുന്നേക്കാൻ താമസിച്ചു. രാവിലെ 8 മണിയായിട്ട് എഴുന്നേക്കാഞ്ഞപ്പം കമ്പർന്നോത്തി കൊണ്ടുവന്ന് ഒരു പാത്രത്തിൽ വെള്ളം തലയിലേക്ക് ഒഴിച്ചപ്പോഴാണ് മത്തായി ചേട്ടൻ ചാടിയാക്കണം. നോക്കുമ്പം ക്ഷോഭിച്ച് നിൽക്കുന്ന മറിച്ചെഴുതിയാണ്. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇന്നലെ കുടിച്ചോ? അയ്യോ, മത്തായി ചേട്ടൻ പറഞ്ഞു, എടി ഞാൻ പണ്ട് നിന്റെ തലേ കൈ തൊട്ട് സത്യം ചെയ്തത്, പിന്നെ ഇന്ന് വരെ മദ്യം തൊട്ടിട്ടില്ല. ഇത്തവണ മറിയച്ചേട്ടത്തിയുടെ സർവ്വ നിയന്ത്രണവും പോയി. മറിയച്ചേട്ടത്തി കോപത്തോടെ മത്തായി ചേട്ടൻ ഷർട്ടേൽ ഇങ്ങോട്ട് പിടിച്ചു വലിച്ച് കട്ടിലേന്ന് ഇറക്കി ഇഴച്ചു കൊണ്ടുവന്ന് ബാത്റൂമിൽ കൊണ്ടുവന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിർത്തി. എന്നിട്ട് മത്തായി ചേട്ടൻ പറഞ്ഞു, നോക്ക് കണ്ണാടിയിലേക്ക്. കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ എന്താണ്? തലേ ദിവസം ഒട്ടിച്ചു വെച്ച ബാൻഡേജും പ്ലാസ്റ്ററും ഒക്കെ കണ്ണാടിയിൽ ഇരിക്കുന്നു. സ്വന്തം മുഖമാണെന്ന് കരുതി ശുശ്രൂഷിച്ചതും ബാൻഡേജ് ഒട്ടിച്ചതും പ്രതിബിംബത്തേലായിരുന്നു, കണ്ണാടിയുടെ നിഴലേലായിരുന്നു. ബാൻഡേജ് ഇടുന്നതും പ്ലാസ്റ്റർ ഒട്ടിക്കുന്നതും മേക്കപ്പ് ഇടുന്നതും എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. നിന്റെ യഥാർത്ഥ മുഖത്താണോ, അതോ മുഖമാണെന്ന് കരുതി കണ്ണാടിയേൽ ആണോ? നിഴലാണോ, പ്രതിബിംബമാണോ, അതോ യഥാർത്ഥത്തിലുള്ളതിലാണോ? ഈ അബദ്ധമാണ് 3ാമത്തെ പരീക്ഷണത്തിൽ പ്രലോഭകൻ മുന്നോട്ട് വെക്കുന്നത്. എന്താണ്? ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും കാണിച്ചിട്ട് ഇത് തരാം. ഈ ഒരു താല്പര്യം, ലോകത്തിൻ്റെ രാജ്യങ്ങൾ, മഹത്വം, അത് സമ്പാദിച്ച് കൂട്ടുക എന്നുള്ള താല്പര്യം ഉണ്ടാകുന്നത് എപ്പോഴാണ്? നിന്നിലെ ദൈവാംശം, ശരീരത്തിനും മനസ്സിനും പുറകിൽ നിൽക്കുന്ന നിന്നിലെ ജീവൻ, അത് ദൈവത്തിൻ്റെ ജീവൻ്റെ അംശമാണ്, ദൈവത്തിൻ്റെ തന്നെ ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവില്ലാതെ വരുമ്പോഴാണ് ലോകത്തിലെ ഈ പറയുന്ന ഭൗതികമായി മരണത്തോടെ നിന്നോട് വിട പറയുന്ന സമ്പത്തും സമ്പാദ്യങ്ങളും കീഴടക്കാനുള്ള പ്രവണതയും അധികാരവും നിന്നിലേക്ക് കടന്നുകൂടുന്നത്. അത് നീ ദൈവപുത്രനാണെന്നുള്ള അപബോധത്തിലേക്ക് വളരുന്നതിന് തടസ്സമായിരിക്കും. ലോകത്തിലെ രാജ്യങ്ങളും അവയുടെ മഹത്വവും തരാമെന്ന് പറയുമ്പോൾ ഈശോ എന്താ മറുപടി പറയുന്നത്? നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ. അതായത് ദൈവത്തിന്, ജീവസ്രോതസ്സിന് നിന്നെ തന്നെ വിധേയമാക്കുക, കീഴടങ്ങുക. അതിലൂടെയാണ് നീ ദൈവപുത്രനാണ് എന്നുള്ള സാധ്യതയിലേക്ക്, ക്രിസ്തുവായി രൂപാന്തരപ്പെടാനുള്ള സാധ്യതയിലേക്ക് വളർന്നു കയറുന്നത്. അതിലൂടെയാണ്
നീ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാകുന്നത്. ഏത്? ഈ അവബോധത്തിലേക്ക്, ദൈവത്തിൻ്റെ മകനാണ് എന്ന അവബോധത്തിലേക്ക് വളരുന്ന ക്രിസ്തുവിനെ, ഈശോയെ അനുഗമിക്കുന്നവൻ ആയിത്തീരുന്നത് അപ്പോഴാണ്. ഏതൊരു ക്രിസ്തു ശിഷ്യയിലും സംഭവിക്കേണ്ട അടിസ്ഥാനപരമായ പരിണാമം, മാറ്റം, അവബോധമാണ് ഇത്. ഇതിലൂടെയേ ഒരുത്തൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനും ശിഷ്യയുമായി തീരൂ. ഇത്തരമൊരു അവബോധത്തിലേക്ക് ഉണരുന്നതിലൂടെ മാത്രമേ അവൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുള്ളൂ, അവൻ്റെ പ്രവൃത്തികളിൽ മാറ്റമുണ്ടാകുള്ളൂ, അവൻ്റെ മനോഭാവങ്ങളിൽ മാറ്റമുണ്ടാകുള്ളൂ. അതുകൊണ്ട് ഈശോയ്ക്ക് തൻ്റെ പ്രവർത്തനത്തിന് മുമ്പ് സംഭവിച്ച അടിസ്ഥാനപരമായ ഈ അവബോധം, ഇതിലേക്ക് ഉണരാൻ ഏതൊരു ശിഷ്യനും ശിഷ്യയും കടപ്പെട്ടിരിക്കുന്നു. അതാണ് ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത്. അനുദിന ജീവിതത്തിൽ തിരിച്ചറിയുക നിൻ്റെ ഉള്ളിലുള്ള ദൈവാംശം, ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന നിന്നിലെ ജീവനെ തിരിച്ചറിയുക, അതിനൊന്നാം സ്ഥാനം കൊടുക്കുക. ഒരാ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ പ്രപഞ്ചത്തിലാകമാനം ഈ ദൈവ സാന്നിധ്യമുണ്ട്. അതിനെയും തിരിച്ചറിയുക. ഈ ദൈവ സാന്നിധ്യത്തിന് നിന്നെ തന്നെ കീഴ്പ്പെടുത്തുമ്പോൾ, വിധേയമാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിന്നിലെ ദൈവ സാന്നിധ്യം ഉണർന്ന് വളർന്നു വരും. അതിലൂടെ നീ ദൈവത്തിൻ്റെ മകനാകും, മകളായി രൂപാന്തരപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ ജ്ഞാനസ്നാനത്തിലും പരീക്ഷണത്തിലും സംഭവിച്ചത് ഈശോയെ നീ ദൈവപുത്രനാണ്, ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള അവബോധത്തിലേക്കും അനുഭവത്തിലേക്കും ഉയർന്നു വരുന്നത്. നാഥ, നീ എന്നോടും ആവശ്യപ്പെടുന്നത് ഇതാ. ഈ ഒരു സാധ്യത എൻ്റെ ഉള്ളിലും ഉറഞ്ഞു കിടപ്പുണ്ട്. ഈശോയെ, എന്നിലെ ദൈവ സാന്നിധ്യത്തെ, ദൈവാംശത്തെ തിരിച്ചറിയാൻ, എൻ്റെ ചുറ്റിലുമുള്ള പ്രപഞ്ചത്തിൽ നിറയുന്ന ദൈവാംശത്തെയും തിരിച്ചറിയാൻ പോരാ, ഈ ദൈവാംശത്തിന് എന്നെ തന്നെ വിധേയപ്പെടുത്താൻ, ഒന്നാം സ്ഥാനം കൊടുക്കാൻ, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കരുതാനുള്ള കൃപയും ശ്രദ്ധയും എനിക്ക് നീ തരണമേ. അതിലൂടെ എന്നെ ദൈവത്തിൻ്റെ മകനായി, മകളായി ഈശോയെ രൂപാന്തരപ്പെടുത്താൻ